അച്ഛാ, ഫ്ലൈറ്റ് ചാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഇറങ്ങിയാലേ രഞ്ജിത്ത് ദിവാകരനോട് പറഞ്ഞു. ഇറങ്ങാം. അമ്മേ, ഞാൻ ഇറങ്ങട്ടെ? മാഷ് എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് യൂണിവേഴ്സിറ്റിയിൽ. ഒരു ദിവസം ഞാൻ കാണാൻ വരുന്നുണ്ട്. ഇപ്പോൾ അത്യാവശ്യമായിട്ടൊരു യാത്രയുണ്ട്. എന്താവശ്യം ഉണ്ടെങ്കിലും വിളിക്കണേ. മോൾക്ക് നമ്പർ കൊടുത്തേക്കാം. ഇറങ്ങട്ടെ? ഒരുപാട് നന്ദിയുണ്ട് മോനെ. അവർ കൈകൾ കൂപ്പി. അയ്യോ, അങ്ങനെയൊന്നും പറയല്ലേ അമ്മേ. അതൊന്നും വേണ്ട. ദിവാകർ യാത്ര പറഞ്ഞിറങ്ങി. ഒപ്പം രഞ്ജിത്തും. കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും മാഷ് കണ്ണു തുറന്നിരുന്നു. അങ്ങനെ അർജുൻ അവരെ വീട്ടിൽ കൊണ്ടാക്കി. അവളുടെ ഫോണിലേക്ക് അവൻ്റെയും ദിവാകറിൻ്റെയും രഞ്ജിത്തിൻ്റെയും നമ്പർ അയച്ചു. മോളെ, എന്തുണ്ടെങ്കിലും വിളിക്കണം, മടി വെക്കരുത്. ഏട്ടൻ ചെല്ലട്ടെ. അവൻ യാത്ര പറഞ്ഞിറങ്ങി. രാത്രിയായപ്പോൾ മഠത്തിൽ തറവാടിൻ്റെ ഉള്ളിൽ നിന്നും ഹൂഡിയിട്ട് മാസ്ക് വെച്ച ഒരു രൂപം പുറത്തേക്കിറങ്ങി. അയാൾ അവിടെ പാർക്ക് ചെയ്ത റാഞ്ചറിൽ കയറി പുറത്തേക്ക് പാഞ്ഞു. മുന്നോട്ട് ഓടിക്കുമ്പോഴും അവൻ്റെ കണ്ണുകളിൽ നിറഞ്ഞു നിന്നത് തൻ്റെ അച്ഛൻ്റെ നേർക്കുയരുന്ന ഹരിയുടെ കൈകളായിരുന്നു. അർജുൻ കണ്ണുകൾ ഇറുക്ക മൂടി കൈകൾ കൊണ്ട് സ്റ്റിയറിങ്ങിൽ ആഞ്ഞിടിച്ചു. തലയൊന്ന് കുടഞ്ഞുകൊണ്ട് അവൻ ആക്സിലേറ്ററിൽ കാലമർത്തി ഹരിയുടെ വീട് ലക്ഷ്യമാക്കി വണ്ടി പായിച്ചു. ഒരു വളവ് തിരിഞ്ഞതും അവിടെ ഒരു ലോറി കാറിലേക്ക് ഇടിച്ചു കയറ്റുന്നതാണ് അവൻ കണ്ടത്. അവൻ മെല്ലെ വണ്ടി റോഡിനരികിലായിട്ട് ചേർത്ത് നിർത്തി. എന്നിട്ട് ആ കാറിൻ്റെ അരികിലേക്ക് നടന്നു. അപ്പോൾ രണ്ടുപേര് ലോറിയിൽ നിന്നിറങ്ങി അവിടേക്ക് വരുന്നത് അവൻ കണ്ടു. അവരുടെ കയ്യിലെ ആയുധം കണ്ടപ്പോൾ അവന് കാര്യം പിടികിട്ടി. അവൻ കയ്യിലെ തൂവാലയെടുത്ത് മുഖത്ത് കെട്ടി മുഖം മറച്ചു. എടാ ചെക്ക, ജീവൻ വേണമെങ്കിൽ മാറി നിൽക്കുക, അല്ലെങ്കിൽ ഇവൻ്റെ ഒപ്പം നിനക്കും ചാവാം, അതിലൊരാൾ അവനോട് പറഞ്ഞു. ആഹാ, എന്നാൽ എനിക്കതൊന്ന് കാണണമല്ലോ. അർജുൻ കൈകളൊന്ന് മുകളിലേക്ക് ഉയർത്തി ഞൊട്ടയിട്ടു. ആദ്യത്തെയാൾ ഓടി വന്ന് വാളുകൊണ്ട് വെട്ടിയതും അവൻ ഒഴിഞ്ഞു മാറി. എന്നിട്ട് ആ ഗുണ്ടയുടെ കൈകളിലേക്ക് കൈപ്പത്തി കൊണ്ട് ആഞ്ഞു വെട്ടി. വേദന കൊണ്ട് അയാളുടെ കയ്യിലെ വാളിന്റെ പിടിവിട്ടു. അതേസമയം രണ്ടാമത്തെയാൾ വീണ് കിടക്കുന്നയാളെ ലക്ഷ്യമാക്കി നീങ്ങിയതും അവൻ ആദ്യത്തെ ഗുണ്ടയെ കൈകൾ തിരിച്ചൊടിച്ചു. കഴുത്തിൽ പിടിച്ച് തിരിച്ച് ദൂരേക്കെടുത്തെറിഞ്ഞു. എന്നിട്ട് വണ്ടിയുടെ ബോണറ്റിൽ ചവിട്ടി ഉയർന്ന് രണ്ടാമത്തെ ഗുണ്ടയുടെ താടിയെല്ലിലേക്ക് കാലുകൊണ്ട് കിക്ക് ചെയ്തു. അയാളുടെ താടിയെല്ല് തെന്നിപ്പോയി. അയാൾ വേദന കൊണ്ട് നിലവിളിച്ചു. അർജുൻ അയാളുടെ കയ്യിൽ പിടിച്ച് തിരിച്ചിട്ട് കാലിൽ കാലു കോർത്തിട്ട് ഒടിച്ചു വിട്ടു. അയാൾ ഒരു തുണിക്കെട്ട് പോലെ നിലത്തേക്ക് വീണു. പെട്ടെന്ന് ഒരു ഞരക്കം കേട്ട് അവൻ നോക്കുമ്പോൾ കാറിനുള്ളിൽ ഒരാൾ അനങ്ങുന്നു. അവൻ ഓടിച്ചെന്ന് ആ ശരീരം മടിയിലേക്ക് എടുത്തു വെച്ചു. കൈകളിൽ കൊഴുത്ത പോലെ എന്തോ ഒഴുകിയിറങ്ങുന്നത് വണ്ടിയുടെ ഹെഡ്ലൈറ്റിന്റെ വെട്ടത്തിൽ നോക്കി അവൻ നടുങ്ങി. രക്തം. അവൻ അയാളെ പുറത്തേക്കെടുക്കാൻ നോക്കി. കഴിഞ്ഞില്ല. അയാൾ കാറിന്റെ മുൻഭാഗത്തിനും സീറ്റിനുമിടയിൽ ഞെരിഞ്ഞു പോയിരുന്നു. ഹേയ്, പേടിക്കണ്ട, പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോകാം. അത് ഞാൻ ഒരു ആംബുലൻസ് വിളിക്കാം. സംസാരിക്കാതെ, സ്ട്രെസ് എടുക്കണ്ട. അർജുൻ സാർ അല്ലേ? അതെ. അയാളുടെ മുഖത്ത് ആശ്വാസത്തിന്റെ ഒരു ചിരി വിടർന്നു. അപ്പോഴാണ് അവർ പരസ്പരം മുഖം കാണുന്നത്. ഡോക്ടർ അരവിന്ദ്, നിങ്ങളെങ്ങനെ? എന്താ ഇതൊക്കെ? ഡോക്ടർ അരവിന്ദ് മഠത്തിൽ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഡോക്ടറാണ്. സർ, സമയമില്ല സർ, പ്ലീസ്. ഞാൻ അധികം നേരം ജീവിച്ചിരിക്കില്ല. ഐ നോ, ഐ ഗോട്ട് ഷോട്ട് ആൻഡ് ഐ കാൺ ഫീൽ ബിലോ മൈ ലെഗ്സ്. എൻ്റെ മോള്, അവളെ രക്ഷിക്കണം സർ, പ്ലീസ്. അയാൾ കാറിൻ്റെ പിൻസീറ്റിലേക്ക് കൈ ചൂണ്ടി. അവൻ ധൃതിയിൽ കാറിൻ്റെ വശത്തെ ജനൽ തകർത്ത് ഉള്ളിലൂടെ കൈയിട്ട് ലോക്ക് തുറന്നു. അതിനുള്ളിൽ ഒരു പെൺകുട്ടി കിടക്കുന്നു. അവൻ മെല്ലെ ഡോറ് തുറന്ന് ആ കുട്ടിയെ സൂക്ഷിച്ച് പുറത്തേക്ക് വലിച്ചെടുത്തു. ഒരു 23-24 വയസ്സ് തോന്നിക്കുന്ന ഒരു കുട്ടി. ആ വെളുത്ത മുഖത്ത് ചുവപ്പിൻ്റെ കളറുകൾ കാണാമായിരുന്നു. പുറത്ത് കിടത്തിയതിന് ശേഷം അവൻ പൾസ് നോക്കി. ഷീസ് എലൈവ് ഡോക്ടർ, ഷീസ് എലൈവ്. ചെറിയ മുറിവുകളേ ഉള്ളൂ. അയാളിൽ നിന്നും സന്തോഷത്തിന്റെ ഗദ്ഗതം പുറത്തേക്ക് വന്നു. അവൾ അവന്റെ കൈകളിലേക്ക് വീണു. അയാൾ പെട്ടെന്ന് പരിഭ്രമിച്ചു. അരവിന്ദ് പെട്ടെന്ന് പോക്കറ്റിൽ നിന്നും ഒരു പെൻഡ്രൈവ് എടുത്ത് അവന്റെ കയ്യിൽ കൊടുത്തു. സർ, ഇത് കുറെ തെളിവുകളാണ്. ആരെയും വിശ്വസിക്കരുത്. നിഴൽ പോലും ചതിക്കും. ഡോക്ടർ സർ, പ്ലീസ് ഒന്ന് വേഗം അവളെ കൊണ്ടുപോകൂ. അയാൾ വേദന കൊണ്ട് ഒന്ന് ഞരങ്ങി. സർ, എൻ്റെ മോളെ ഞാൻ സാറിനെ ഏൽപ്പിക്കുക. നോക്കിയേക്കണേ.
സാറിന് സത്യം ചെയ്യുകയാണ്, എൻ്റെ കയ്യിൽ ഇവൾ സുരക്ഷിതയായിരിക്കും. എന്തിൻ്റെ പേരിലായാലും ഞാൻ അവളെ വിട്ടുകളയില്ല. അവൻ അയാളുടെ കയ്യിലേക്ക് അവൻ്റെ കൈ ചേർത്തു, മറു കൈകൊണ്ട് ആ പെൺകുട്ടിയെയും. പിതാവിൻ്റെ മനസ്സ് നിറഞ്ഞു. മോളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവെക്കോ, മോനിനി ഇവിടെ നിൽക്കണ്ട, അവർ ഇങ്ങോട്ട് വന്നേക്കും. അത് നിങ്ങളുടെ രണ്ടുപേരുടെയും ജീവന് പ്രശ്നമാണ്. അവൾ എൻ്റെ മകളാണെന്ന് ആരും അറിയരുത്. അറിഞ്ഞാൽ അവർ അവളെ തേടി വരും. ഞാൻ ഉറപ്പ് തരുന്നു ഡോക്ടർ. മോൻ്റെ ഫോണിലെ വോയിസ് റെക്കോർഡ് ഒന്ന് ഓണാക്കാമോ? അവൻ പെട്ടെന്ന് ഫോൺ എടുത്ത് റെക്കോർഡ് ഓൺ ചെയ്തു. അയാളൊന്ന് ശ്വാസം ഉള്ളിലേക്ക് ആഞ്ഞു വലിച്ചു. മോളെ, അച്ഛൻ പോവാട്ടോ. മോള് സന്തോഷമായിരിക്കണം. മോളെ അച്ഛൻ ഏറ്റവും സുരക്ഷിതമായ ഇടത്ത് ഏൽപ്പിച്ചു പോകുന്നത്, അർജുൻ മോൻ്റെ അടുത്ത്. ആ കൈകളിൽ മോൾ സുരക്ഷിതയായിരിക്കും. ആ കൈകൾ മോൾ ഒരിക്കലും വിടരുത്. അച്ഛനൊരു വിഷമമേ ഉള്ളൂ, എൻ്റെ മോളെ ഒന്ന് കൊതി തീരെ സ്നേഹിക്കാൻ പറ്റിയില്ല. ഈ ഭാഗ്യം കെട്ട അച്ഛന് പറ്റിയില്ല. ലവ് യു മോളെ. ഒരു തുള്ളി കണ്ണുനീർ താഴെ കിറ്റി വീഴുന്നതിനൊപ്പം ആ ദേഹത്തു നിന്നും ദേഹി വിട്ടുപോയിരുന്നു. അർജുൻ്റെ കണ്ണിലും കണ്ണുനീർ ഉറഞ്ഞുകൂടി. അതേസമയം അരവിന്ദ് ഡോക്ടറിന്റെ വീട്ടിൽ കുറച്ചധികം ആളുകൾ ആ തെളിവുകൾ തിരയുകയായിരുന്നു. ആ നീക്കം മുൻപേ പ്രതീക്ഷിച്ചിരുന്ന ഡോക്ടർ അദ്ദേഹത്തിന്റെ മകളുടെ ചിത്രങ്ങളെല്ലാം വീട്ടിൽ നിന്ന് എടുത്തു മാറ്റിയിരുന്നു. അവളുടെ സുരക്ഷയ്ക്ക് വേണ്ടി അവൻ കണ്ണുകൾ തുടച്ചുകൊണ്ട് അവളെയും എടുത്ത് കാറിന്റെ അടുത്തേക്ക് ഓടി. ആ മുഖത്തേക്ക് നോക്കുന്തോറും അവനിൽ വല്ലാത്തൊരു തരിപ്പ് പടരുന്നത് അവൻ അറിഞ്ഞു. ഇന്നേ വരെ അറിഞ്ഞിട്ടില്ലാത്ത എന്തോ ഒന്ന്. അവളെ പിൻസീറ്റിൽ കിടത്തിയിട്ട് വണ്ടി മഠത്തിൽ ഗ്രൂപ്പിന്റെ ഹോസ്പിറ്റലിലേക്ക് പായിച്ചു. അരമണിക്കൂറിനുള്ളിൽ അവൻ ഹോസ്പിറ്റലിലെത്തി. അവൻ വിളിച്ചു പറഞ്ഞതനുസരിച്ച് എമർജൻസി ടീം റെഡിയായി നിൽപ്പുണ്ടായിരുന്നു. അർജുൻ ഡോർ തുറന്ന് അവളെ കൈകളിൽ വാരിയെടുത്തുകൊണ്ട് ഉള്ളിലേക്ക് ഓടി. ഐസിയുവിനുള്ളിലേക്ക് നോക്കി അർജുൻ ആധിയോടെ ഇരുന്നു. 1.5 മണിക്കൂർ കഴിഞ്ഞ് ഡോക്ടർ പുറത്തേക്ക് വന്നു. ഡോക്ടർ, ഷീസ് ഓൾ റൈറ്റ്. തലയിലെ പൊട്ടൽ കാരണമാണ് ബോധം പോയത്. ചെറിയ പൊട്ടലുണ്ട് കയ്യിൽ, സ്ലിംഗ് ഇട്ടിട്ടുണ്ട്, പിന്നെ നെറ്റിയിൽ 3 സ്റ്റിച്ചും. ഇന്നിവിടെ ഒബ്സർവേഷനിൽ കിടക്കട്ടെ 24 മണിക്കൂർ. ഓക്കെ ഡോക്ടർ, താങ്ക് യു. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു. അർജുൻ കണ്ണുകൾ തുടച്ച് തിരിഞ്ഞതും എമർജൻസി വാർഡിൽ 2 കൈയും ഒടിഞ്ഞു കിടക്കുന്നയാളെ കണ്ട് അവൻ ഞെട്ടി. ഹരി, ഇവന്റെ കൈ 2 ആരോ തല്ലിയൊടിച്ചല്ലോ. ശേ, ഞാൻ എൻ്റെ കൈത്തിരിപ്പ് എങ്ങനെ തീർക്കും? അപ്പോഴാണ് അവൻ്റെ അടുത്തിരുന്ന് ഓറഞ്ച് പൊളിച്ച് ഓരോ അല്ലികളായി തിന്നുന്നയാളെ അവൻ കണ്ടത്. അവൻ്റെ കണ്ണുകൾ പുറത്തേക്ക് തള്ളി. ഏട്ടൻ, പാച്ചു ഇവിടെയുള്ള സ്ഥിതിക്ക് കോവാലിനും കാണാതിരിക്കില്ല. അവൻ്റെ കണ്ണുകൾ കൊണ്ട് ആരെയോ തിരഞ്ഞു. അപ്പോഴാണ് ഹരിയുടെ ഒപ്പം കയറി നിന്ന് ഫോണിൽ സെൽഫി എടുക്കുന്നയാളെ അവൻ കണ്ടത്. ഓ, ഇവിടെ ഉണ്ടായിരുന്നു. ഹലോ ഏട്ടന്മാരെ. അവൻ അങ്ങോട്ട് കയറി ചെന്നു. അർജുനെ കണ്ട അവർ 2 പേരും പരസ്പരം ഒന്ന് നോക്കി വിളിച്ചു കാണിച്ചു. എന്താണ് മോനെ IPS? എടാ ചെറുക്ക, നിന്നേക്കാളും പ്രായമില്ലടാ എനിക്ക്. അതിൻ്റെ ഒരു ബഹുമാനമെങ്കിലും താടാ. ദേ, അർജുനോട് സംസാരിക്കുന്ന ഈ കക്ഷിയാണ് ഹർഷവർദ്ധൻ ചന്ദ്രോത്ത്, ദിവാകറിന്റെ സുഹൃത്തിന്റെ മകൻ. ഹർഷൻ രഞ്ജിത്തിനേക്കാൾ പ്രായമുണ്ടെങ്കിലും അവർ തമ്മിൽ എടാപോടാ ബന്ധമാണ്. അതിലുപരി ദിവാകർ ഹർഷന് അച്ഛന്റെ സ്ഥാനത്താണ്. 6 വർഷം മുന്നേ അവന്റെ അച്ഛൻ മരിച്ചപ്പോൾ മുതൽ അവന്റെ ഉള്ളിൽ അവന്റെ അച്ഛന്റെ വിടവ് ഒരു പരിധി വരെ നികത്താൻ ദിവാകറിന് സാധിച്ചിട്ടുണ്ട്. IPS എന്ന സ്വപ്നം മനസ്സിൽ മുളച്ചപ്പോൾ അതിന് തണലായും കാവലായും കൂട്ടിരുന്നത് രഞ്ജുവും ദിവാകറുമായിരുന്നു. ആ ദിവാകറിന്റെ ദേഹത്ത് ആരെങ്കിലും കൈവച്ചെന്നറിഞ്ഞാൽ അവൻ നിൽക്കുവോ? അതാണ് ഇവിടെ സംഭവിച്ചത്. എന്നാലും നിങ്ങളിത് എന്തു പരിപാടിയാ കാണിച്ചത്? എന്താടാ? രഞ്ജു ചോദിച്ചു. എനിക്കൊന്ന് തൊട്ടു നോക്കാൻ പോലും വെച്ചില്ലല്ലോ. അത് കേട്ടതും ഹർഷനും രഞ്ജുവും ചിരി തുടങ്ങി. കിണിക്കല്ലേ, കൊലിപ്പ് തീരണില്ലല്ലോ. അർജുൻ നേരെ ചെന്ന് ഒരു കൈ ഹരിയുടെ വായിൽ വെച്ചിട്ട് മറ്റേ കൈ കൊണ്ട് അവൻ്റെ ഒരു കാല് പിടിച്ച് തിരിച്ച് മുട്ടുകാൽ കയറ്റി ഒടിച്ചു വിട്ടു. ഹരിയുടെ കണ്ണിൽ നിന്ന് വെള്ളം കുടുകുടാ ഒഴുകി. ഇന്ന് നീ അവളെ നോക്കിയ നോട്ടം കണ്ടപ്പോഴേ നിനക്കൊരെണ്ണം കൂടുതൽ ഓങ്ങി വെച്ചതായിരുന്നു. അത് കേട്ടപ്പോൾ രഞ്ജുവിൻ്റെ മനസ്സിൽ ഹരിയോടുള്ള പക ജ്വലിച്ചു. അവളിലേക്ക് വീണ അവൻ്റെ നോട്ടം ഓർത്തപ്പോൾ അവൻ്റെ മുഖം വലിഞ്ഞു മുറുകി. ഞൊടിയിടെ രഞ്ജു അവൻ്റെ മുഖഭാവം മാറ്റിയിരുന്നുവെങ്കിലും അവൻ്റെ ഭാവമാറ്റം ഹർഷൻ ശ്രദ്ധിച്ചിരുന്നു.
അവൻ്റെ മനസ്സിൽ തണുപ്പ് നിറഞ്ഞു. ആദ്യമൊന്ന് പകച്ചെങ്കിലും ഹർഷനും ചിരിച്ചു മറഞ്ഞു. അല്ല, നീ എന്താ ഇവിടെ, അതും ഈ നേരത്ത്? ഓ അതോ, ഒരു ആക്സിഡൻറ്റോ? രണ്ടുപേരും ചാടി എഴുന്നേറ്റു. അവരുടെ കണ്ണിലെ അങ്കലാപ്പ് കണ്ട് അവനുള്ളിൽ സന്തോഷം നിറഞ്ഞു. പറയട്ടെ, എനിക്കല്ല, ഞാൻ ഈ ആൻ്റെ മോനെ രണ്ട് പൊട്ടിക്കാൻ ഇറങ്ങിയതാ. അപ്പോൾ വരുന്ന വഴിക്ക് ഒരു ആക്സിഡന്റ് കണ്ടു. ഹരി അവിടെ കിടക്കുന്നത് കൊണ്ട് ബാക്കി പറയാൻ അവൻ തുനിഞ്ഞില്ല. അച്ഛൻ തൻ്റെ കൈ പിടിച്ച് നടക്കുന്നു. പെട്ടെന്ന് ആരൊക്കെയോ അച്ഛനെ തന്നിൽ നിന്നും അടർത്തി മാറ്റുന്നു. അവൾ ഉറക്ക നിലവിളിച്ചിട്ടും അവരുടെ കൈകൾ തമ്മിൽ വിട്ടുപോയി. അവളുടെ അച്ഛൻ പെട്ടെന്ന് അവളെ മറ്റൊരാളിലേക്ക് തള്ളിവിട്ടു. അയാളുടെ ഒറ്റ രുദ്രാക്ഷം കെട്ടിയ കൈകൊണ്ട് അവളെ അയാൾ മാറോട് ചേർത്ത് പിടിച്ചു. അയാളുടെ നെഞ്ചിലെ ത്രിശൂലത്തിന്റെ ടാറ്റു ഒന്ന് തിളങ്ങിയതുപോലെ. മേഘങ്ങളുടെ മുകളിലായി അവളുടെ അമ്മ അച്ഛനെ കാത്തു നിൽക്കുന്നുണ്ട്. അവർ രണ്ടുപേരും പരസ്പരം കൈകൾ കോർത്തു പിടിച്ച് തങ്ങളെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് മുകളിലേക്ക് പോകുന്നു. അപ്പാ, അമ്മ, അവൾ നിലവിളിച്ചുകൊണ്ട് എഴുന്നേറ്റു. ശരീരമാകെ വല്ലാത്ത വേദന, ആകെ ഒരു അസ്വസ്ഥത. തങ്ങളുടെ കാറിന് നേരെ വരുന്ന ലോറി. അവൾ കണ്ണുകളൊന്ന് ഇറുക്ക പൂട്ടി. താൻ ആശുപത്രിയിലാണെന്ന് മനസ്സിലാക്കിയ അവൾ ചുറ്റും നോക്കി. അപ്പാ, അത് കണ്ട നേഴ്സ് പെട്ടെന്ന് ഡോക്ടറിന്റെ ക്യാബിനിലേക്ക് ഓടി. ഡോക്ടർ, ആ കുട്ടി കണ്ണു തുറന്നു. ഓ, ഈസ് ഇറ്റ് ഓക്കെ, കോൾ അർജുൻ സർ. അതും പറഞ്ഞ് ഡോക്ടർ ICUയിലേക്ക് വേഗം ചെന്നു. ആ നേഴ്സ് അർജുനോട് ചെന്ന് പറഞ്ഞു, സർ, ആ കുട്ടി കണ്ണു തുറന്നു. അത് കേട്ട അർജുന്റെ കണ്ണിൽ മിന്നിമാഞ്ഞ തിളക്കം അവർ ഇരുവരും ശ്രദ്ധിച്ചിരുന്നു. രഞ്ജുവും ഹർഷനും പരസ്പരം ഒന്ന് നോക്കി. അവരുടെ ചുണ്ടുകളിൽ നേർമയോടെ ഒരു പുഞ്ചിരി വിടർന്നു. കുട്ടി, റിലാക്സ്, താനിപ്പോ ഹോസ്പിറ്റലിലാണ്. യു ആർ ഓക്കെ നൗ? വേർ ഈസ് മൈ അപ്പ? വേർ ഈസ് ഹി? ഏയ്, ഡോണ്ട് സ്ട്രെയിൻ യുവർ ഹാർട്ട്. റിലാക്സ്. വാട്ട്സ് യുവർ നെയിം? അവളുടെ ഓർമ്മയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നറിയാൻ ഡോക്ടർ ചോദിച്ചു. ഞാൻ ജ്വാല അരവിന്ദ്.